ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഉള്ളിപ്പുളിങ്കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ചെറിയ ഉള്ളിയാണ് പൊളിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1/4 കിലോയോളം വരും. അതിന് കൂടെ തന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളി കൂടി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെച്ചേക്കാം. ഉള്ളിപ്പുളിങ്കറി ഉണ്ടാക്കാനായിട്ട് ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ചെറുതായി ഒന്ന് വഴണ്ട് വരുമ്പോഴേക്ക് നമുക്ക് ഒരു തക്കാളിപ്പഴ അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് കൂടെ തന്നെ 2 പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ മുളക് പൊടി, അതേ സ്പൂണിന് തന്നെ ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഉലുവാപ്പൊടിയാണേ, അതൊരു നുള്ളു മതി, തോനെയും വേണ്ട. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന പുളിവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം. സമയത്ത് ഉപ്പും പുളിയൊക്കെ പാകമെന്ന് നോക്കണം. നമുക്ക് അടച്ചു വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോഴത്തേനും നമ്മുടെ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തൊഴിക്കാം. കടുക് വറുക്കാനായിട്ടൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അത് മൂക്കുമ്പോഴേ നമുക്കതും കൂടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേ നമ്മുടെ ഉള്ളിപ്പുളിങ്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചോറിനാനൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുകയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.